ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടാൽ സിഒപിഡിയെ കുറിച്ച് ചിന്തിക്കണം. ഹലോ, ഞാൻ ഡോക്ടർ തെരേസ് മാത്യു, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ആണ്. നവംബർ 19 ലോക സിഒപിഡി ദിനമാണ്. രോഗിക്ക് ശ്വാസമുട്ടൽ അനുഭവിക്കുന്ന ഒരു സാധാരണ രോഗമാണ് സിഒപിഡി. എന്നിരുന്നാൽ തന്നെ ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ ശ്വാസകോശങ്ങൾക്കുള്ള സ്ഥിരമായ കേടുപാടുകൾ കൂടെ സംഭവിക്കാൻ ഈ അസുഖം വഴി സാധ്യതയുണ്ട്. സിഒപിഡിയിൽ ശ്വാസകോശത്തിൽ 2 ചേഞ്ചസ് ആണ് വരുന്നത്. ഒന്ന് ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയും. എന്നാൽ ശ്വാസമാർഗങ്ങളിലുള്ള വീക്കവും കഫക്കെട്ടും നിറഞ്ഞ അവസ്ഥ. രണ്ടാമത്തേത് എംഫൈസീമ എന്ന് പറയും. എന്നാൽ ശ്വാസകോശത്തിന്റെ അറകളുടെ ദുർബലമാകുന്ന ഒരവസ്ഥയാണ് എംഫൈസീമ എന്ന് വെച്ചാൽ. സിഒപിഡിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത ചുമ, നീണ്ടു നിൽക്കുന്ന കഫക്കെട്ട്, അധ്വാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ശ്വാസമുട്ട് എന്നിവയാണ്. ഇനി സ്പൈറോമെട്രി അല്ലെങ്കിൽ PFT എന്ന ഒരു ചെറിയ ടെസ്റ്റിലൂടെ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. പണ്ട് സിഒപിഡിക്ക് എഫക്റ്റീവ് മെഡിസിൻസ് ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് മോഡേൺ ഇൻഹേലേഴ്സ് ലഭ്യമാണ്. അത് സിഒപിഡിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. മെഡിസിൻസ് കൂടാതെ തന്നെ അവോയ്ഡൻസ്, അങ്ങനെ വെച്ചാൽ പുകവലി, വിറകടുപ്പ് അവോയ്ഡൻസ് വഴിയും പൾമണറി റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസുകൾ വഴിയും നമ്മുടെ ശ്വാസകോശത്തിന്റെ ഹെൽത്തിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്.